പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ പുതുപ്പള്ളിയിലെത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ എത്തിയിരിക്കുകയാണ്. KPCC അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫ് നാളെയാണ് ചുമതലയേൽക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം പൊതു നേതൃനിര ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ എത്തിയിരിക്കുന്നു നേതാക്കൾ. രാവിലെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തിയിരിക്കുന്നത്. പുതിയ നേതൃനിരയും KC വിശ്വനാഥും EP അനിൽകുമാർ അടക്കമുള്ളവരുണ്ട്. ലിബി സുജീന്ദ്രൻ വിവരങ്ങളുമായി. ലിബി, പുതിയ നേതൃനിര സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. എന്താണ് വിവരങ്ങൾ? സ്മൃതി, വളരെ വൈകാരികമായ ചടങ്ങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറ എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെല്ലാവരും സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരിടമാണ്. ഇവിടെ എത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷം ചുമതലയേൽക്കാൻ പോകുക എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. സണ്ണി ജോസഫിന് വ്യക്തിപരമായും ഉമ്മൻചാണ്ടിയോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. K സുധാകരന്റെ സഹയാത്രികനായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ അനുയായിയായിരുന്നപ്പോഴുമെല്ലാം ഉമ്മൻചാണ്ടിയോട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് മാത്രമല്ല, നിയുക്ത KPCC പ്രസിഡന്റ് മാത്രമല്ല, KPCCയുടെ നിയുക്ത വർക്കിംഗ് പ്രസിഡന്റുമാരും PC വിശ്വനാഥുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, AP അനിൽകുമാറുണ്ട്. എല്ലാവരും ഇവിടെ വന്ന്, കോട്ടയത്തെ നേതാക്കളുമുണ്ട്, KC ജോസഫ് അടക്കമുള്ളവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വാങ്ങി ചുമതലയേൽക്കാൻ പോവുക എന്നുള്ളത് സണ്ണി ജോസഫ് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. അതിനു മുൻപായി തൃശ്ശൂരെത്തി K കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലും അർച്ചന നടത്തിയതിനു ശേഷമാണ് പുതുപ്പള്ളിയിലേക്ക് എത്തിയത്. പുതുപ്പള്ളിയിൽ അല്പം മുമ്പ് എത്തിയ സണ്ണി ജോസഫ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് എത്തുകയായിരുന്നു. ചാണ്ടി ഉമ്മനും മറിയാമ്മ ഉമ്മനും അദ്ദേഹത്തിന് സമീപത്ത് തന്നെയുണ്ട്. എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥന നടത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ വന്ന് ഒരു പുതിയ ചുമതല ഏൽക്കുക എന്നുള്ളത് തീർച്ചയായും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും എല്ലാം വളരെ വൈകാരികമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വന്ന് മൗന പ്രാർത്ഥന നടത്തുകയാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളവും. ഒപ്പം PC വിശ്വനാഥും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ അനുയായികൾ തന്നെയായിരുന്നു. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു. AP അനിൽകുമാറും ഗ്രൂപ്പ് ഇക്വേഷനൊക്കെ ഉള്ള കാലത്ത് മറുവിഭാഗത്തിൽ നിന്നിരുന്നെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയോട് വളരെ അടുപ്പമുള്ള ആളാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഇക്വേഷൻസ് ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെയാണ് ഇങ്ങോട്ട് ഒരേ മനസ്സോടുകൂടി എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും നിയുക്ത വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിശ്വനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ള എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഒന്ന് അതിലേക്ക് പോകുന്നു. എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ ഇലക്ഷനെ അകർക്കുന്നതുണ്ടായിരുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ അല്ലേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിഷ്ണു ചേട്ടൻ, അദ്ദേഹം എനിക്ക് 25 വർഷത്തെ പരിചയങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ്. എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. എന്നെ നിയമസഭയിൽ കൈപിടിച്ച് കയറ്റിയത് പോലും അദ്ദേഹമാണ് എന്നീ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പ്രത്യേകമായ നന്ദി അദ്ദേഹത്തിനോട് ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ശ്രീ ഷാഫി എൻ്റെ പിതാവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹവും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ചെറുപ്പകാലം ഒന്നിച്ച് പ്രവർത്തിച്ചു വന്നവരാണ്. അപ്പം ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വടകരയുടെ നമുക്കെല്ലാം അഭിമാനമായ ഷാഫി പറമ്പിൽ, ഇവർ 4 പേരും ഇന്ന് എൻ്റെ പിതാവിൻ്റെ ഓർമ്മയെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരിക്കുകയാണ്. ആ ബഹുമാനത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് പ്രിയപ്പെട്ട 4 നേതാക്കന്മാരെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ എല്ലാം ഇവിടെ ഉണ്ട്. ഏറ്റവും അടുത്ത് പറയേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. അദ്ദേഹം ഈ നാടിൻ്റെ ഏറ്റവും മികച്ച നേതാവാണ്, കോട്ടയത്തിൻ്റെ നേതാവാണ്, കേരളത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് സമയമെടുത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ KC ജോസഫ് അവർകൾ എൻ്റെ പിതാവിനോടൊപ്പം തന്നെ, എൻ്റെ പിതാവിൻ്റെ പറയേണ്ടതെല്ലാം അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്നേഹബന്ധം പുലർത്തി എല്ലാവരും ഇന്ന് വന്നു ചേർന്നിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കാണുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ശാരീരികമായി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഇന്നും ഞങ്ങളോടൊപ്പമൊക്കെ ഞങ്ങളെ പ്രേരണ നൽകുന്ന ഇത്രയധികം ചെറുപ്പക്കാർ വന്നിരിക്കുന്നു, ഇത്രയധികം നേതാക്കന്മാർ വന്നിരിക്കുന്നു. KPC പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്താൻ പുതിയ നേതൃനിര നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരുമായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും എത്തിയിരിക്കുകയാണ്. കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്.